അത് ഇന്നലെയായിരുന്നു പ്രകാശ് ജാവദേക്കർ BJP കേരള പ്രഭാരിയും മുൻ മന്ത്രിയും MP-യും ഒക്കെ ആയിട്ടുള്ള പ്രകാശ് ജാവദേക്കർ സംസ്ഥാന സർക്കാരിനെ ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. കോഴിക്കോട് ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പ യാത്രയുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ വാഹനത്തിന്റെ പര്യടനം തുടരുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ 2 പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് പ്രകാശ് ജാവദേക്കർ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്, ജനക്ഷേമ പദ്ധതികൾ സാധാരണപ്പെട്ട ജനങ്ങളുടെ വീട്ടുപടിക്കലെത്തിക്കുന്ന പദ്ധതിയാണ്. ഇതിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാണ്. അതായത് പരിപാടിയുമായി സഹകരിക്കാൻ സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവുന്നില്ല. 1.5 കോടിയോളം ആളുകൾക്ക് ഇതിനോടകം വ്യത്യസ്ത രീതിയിലുള്ള ക്ഷേമ പദ്ധതികൾ, ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ള സർക്കാരാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. ഈ ക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്ക് നടപ്പിലാക്കി കൊടുക്കണമെങ്കിൽ, അവരുടെ വീട്ടുപടിക്കൽ എത്തിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തവും സഹകരണവും ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ചെയ്യുന്നില്ല, സഹകരിക്കുന്നില്ല. നീചമായ രാഷ്ട്രീയമാണ് സംസ്ഥാന സർക്കാർ കളിക്കുന്നത് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് പ്രകാശ് ജാവദേക്കർ ഇന്നലെ ഉന്നയിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ പറയുന്നത് ഇത് BJP-യുടെ പരിപാടിയാണ് എന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് എറണാകുളത്ത് CPM-ന്റെ ഒരു കൗൺസിലർ ഈ വികസിത് ഭാരത് സങ്കല്പ യാത്രയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അവർക്ക് പാർട്ടിക്ക് വിശദീകരണമൊക്കെ നൽകേണ്ടി വന്നു. ആ വിശദീകരണത്തിലും അവർ പറയുന്നത് ഇത് BJP പരിപാടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് പങ്കെടുത്തത് എന്നാണ്. എന്നാൽ ഇത്തരത്തിലുള്ള തെറ്റായ ധാരണകളാണ് ഇത്തരത്തിലുള്ള CPM-ന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാവുന്നത്. ഇത് BJP-യുടെ പരിപാടിയല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. അതിൽ സംസ്ഥാന സർക്കാരിന് കൂടി തങ്ങളുടെ പങ്ക് നിർവഹിക്കാനുണ്ട് എന്ന കടമ ബോധ്യപ്പെടാതെ അല്ലെങ്കിൽ സർക്കാരിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് മുൻ കേന്ദ്രമന്ത്രിയും MP-യും BJP-യുടെ കേരള പ്രഭാരിയുമായ പ്രകാശ് ജാവദേക്കർ രംഗത്തെത്തിയിരിക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന് നൽകിയത് ഗോകുലാണ്.